ഇന്ന് ഇവിടെ ഒരു മാർച്ച് ഇവിടെ പോലീസുകാർ പറയുന്ന സ്ഥലത്ത് ഞങ്ങൾ ഇവിടെ അവസാനിപ്പിച്ച് ഈ ധർണാ സമരം ആരംഭിച്ചെങ്കിൽ എക്കാലത്തും ഇതുപോലെ 2 പോലീസിനെ കൊടുത്ത് നിർത്തി ഇവിടെ ഞങ്ങളുടെ സമരം അവസാനിപ്പിക്കാമെന്ന് UDFന്റെ ഭരണസമിതി കരുതേണ്ടതില്ല എന്നുള്ളതാണ് ഞങ്ങൾക്ക് സൂചിപ്പിക്കാനുള്ളത്. ഇതിനകത്ത് കയറി തീരുമാനങ്ങൾ എടുപ്പിച്ച പാരമ്പര്യമുള്ള സംഘടന തന്നെയാണ് ഈ പാർട്ടി എന്നുള്ളത് നിങ്ങൾക്ക് നന്നായിട്ട് അറിയാം. പ്രിയപ്പെട്ട സമര സഖാക്കളെ, സുഹൃത്തുക്കളെ, ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ നേതൃത്വത്തിൽ ഇത്തരമൊരു സമരം ഈ പഞ്ചായത്തിന് മുന്നിലേക്ക് നടത്താനുണ്ടായിട്ടുള്ള കാരണത്തെക്കുറിച്ച് സ്വാഗത പ്രാസംഗികനും ഉദ്ഘാടകനും ഇവിടെ സംസാരിച്ചു കഴിഞ്ഞു. കേരളത്തിൽ UDFന്റെ നേതൃത്വത്തിലുള്ള സർക്കാർ അധികാരത്തിലേറി 2 മാസം പിന്നിടുന്നുള്ളൂ. നമ്മുടെ പഞ്ചായത്തിൽ UDF ഭരണസമിതി അധികാരത്തിലെത്തി 8 മാസം പിന്നിട്ടു. ഒരു 2 മാസം പിന്നിട്ട ഒരു സർക്കാരിനെതിരെ കേരളത്തിലാകെ പഞ്ചായത്തുകളിലേക്ക് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സമരം ചെയ്യേണ്ട സാഹചര്യം എന്ന് പറയുന്നത്, നമ്മുടെ ഗ്രാമത്തിന്റെ വികസനം എന്ന് പറയുന്നത് പഞ്ചായത്തുകൾ വഴിയാണ് ജനകീയാസൂത്രണ പദ്ധതി നടപ്പിലാക്കിയതിനു ശേഷം നടക്കുന്നത്. ആ പഞ്ചായത്ത് വഴി നടപ്പിലാക്കേണ്ട പദ്ധതികൾക്ക് അനുവദിക്കപ്പെടേണ്ട വിഹിതം വലിയ തോതിലാണ് UDF സർക്കാർ വെട്ടിക്കുറച്ചിട്ടുള്ളത്. ഇങ്ങനെ വെട്ടിക്കുറക്കുന്നതിന്റെ അടിസ്ഥാനത്തിൽ പഞ്ചായത്തുകൾക്ക് ഉണ്ടാകുന്ന നഷ്ടമെന്ന് പറയുന്നത് ഭിന്നശേഷി കുട്ടികളുടെ സംരക്ഷണത്തിന് വേണ്ടിയിട്ടുള്ള അനുവദിച്ച ഫണ്ട് അവർക്ക് കിട്ടില്ല. അതുപോലെ തന്നെ ജീവകാരുണ്യ പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന പാലിയേറ്റീവ് പ്രവർത്തനം, ആ പാലിയേറ്റീവ് പ്രവർത്തനം നിശ്ചലമാകും. സർക്കാർ ആശുപത്രികളിൽ ആവശ്യത്തിന് മരുന്നുണ്ടാകില്ല. അതുപോലെ തന്നെ ഗ്രാമപ്രദേശങ്ങളിൽ ഉണ്ടാകുന്ന മറ്റ് ആരോഗ്യപരമായ പ്രശ്നങ്ങൾ, ഇപ്പൊ നമുക്കറിയാം, ഈ കാലാവസ്ഥക്ക് അനുസരിച്ച് പകർച്ചവ്യാധികൾ പടർന്നു പിടിക്കുന്ന ഒരു കാലത്ത് അതിനെ പ്രതിരോധിക്കാൻ കഴിയുന്ന രീതിയിലേക്കുള്ള ഫണ്ടുകൾ ഉൾപ്പെടെ വെട്ടിക്കുറക്കുന്ന ഒരു സമീപനം സ്വീകരിച്ചപ്പോഴാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ നേതൃത്വത്തിൽ ഇത്തരം ഒരു സമരം ഈ പഞ്ചായത്തിലേക്ക് നടപ്പിലാക്കാനുണ്ടായിട്ടുള്ള കാരണം. അതിന്റെ കൂട്ടത്തിൽ തന്നെ 8 മാസമായി ഈ തുപ്രങ്കോട് പഞ്ചായത്തിനകത്ത് UDFന്റെ നേതൃത്വത്തിലുള്ള ഒരു ഭരണസമിതി അധികാരത്തിലേറിയിട്ട് ആ ഭരണസമിതിയുടെ പ്രവർത്തനങ്ങൾ ജനങ്ങളെ അറിയിക്കുക എന്നുള്ളത് കൂടിയാണ് ഈ സമരത്തിന്റെ ഭാഗമായി ഞങ്ങൾ ഉദ്ദേശിക്കുന്നത്. നിങ്ങൾ നോക്ക്, നമ്മുടെ ഈ ഭരണസമിതി അധികാരത്തിൽ വന്നതിന് ശേഷം കഴിഞ്ഞ 10 വർഷമായി LDFന്റെ നേതൃത്വത്തിലുള്ള ഒരു ഭരണസമിതി ഈ പഞ്ചായത്തിനകത്ത് നടപ്പിലാക്കിയിട്ടുള്ള വികസന പ്രവർത്തനങ്ങൾ ഓരോന്നും ഇല്ലാതാക്കുന്ന സമീപനമാണ് സ്വീകരിച്ചുകൊണ്ടിരിക്കുന്നത്. നമ്മുടെ വിദ്യാർത്ഥികൾക്ക്, അതുപോലെ തന്നെ പാവപ്പെട്ട സ്ത്രീകൾക്ക് ഉപകാരപ്രദമായിരുന്ന ഗ്രാമവണ്ടി എന്ന് പറയുന്ന കേരളത്തിന്റെ ചരിത്രത്തിൽ ആദ്യമായി സ്ത്രീകൾക്കും കുട്ടികൾക്കും സൗജന്യമാക്കപ്പെട്ട ഒരു പദ്ധതി ഈ തുപ്രങ്കോട് പഞ്ചായത്തിനകത്ത് നടപ്പിലാക്കപ്പെട്ടു. അത് കേരളത്തിലാകെ ചർച്ചയായി. ഞങ്ങൾക്ക് അഭിമാനത്തോടു കൂടി പറയാൻ കഴിയും, UDF സർക്കാർ പ്രിയദർശിനി എന്ന് പറയുന്ന ഒരു പദ്ധതി പോലും ഇങ്ങനെ ആവിഷ്കരിക്കാനുള്ള കാരണം ഈ പഞ്ചായത്തിനകത്ത് LDF കൊണ്ടുവന്നിട്ടുള്ള ഈ ഗ്രാമവണ്ടിയുടെ ആശയത്തിൽ നിന്നാണ്. എന്നിട്ടോ ഈ ഗ്രാമവണ്ടി തുടങ്ങിയ നാൾ മുതൽ അന്ന് തൊട്ടേ അന്നത്തെ പ്രതിപക്ഷമായിരുന്ന മുസ്ലിം ലീഗും കോൺഗ്രസും ഈ പദ്ധതിക്ക് എതിരായിരുന്നു. അതുമാത്രമല്ല, ഞങ്ങൾ അധികാരത്തിൽ വന്നാൽ ഞങ്ങൾ ഇത് അവസാനിപ്പിക്കുമെന്ന് പറഞ്ഞവരായിരുന്നു ഇവിടുത്തെ അന്നത്തെ പ്രതിപക്ഷം. അവർ അധികാരത്തിൽ വന്നു, അവർ ആ തീരുമാനം എടുക്കുകയാണ്. എങ്ങനെയാ തീരുമാനം? ബോർഡിനകത്ത് ഈ തീരുമാനം എടുക്കുന്നത് എങ്ങനെയാണ്? ഗ്രാമവണ്ടി അവസാനിപ്പിക്കുകയാണ്. അതിന് ഇടതുപക്ഷത്തിന്റെ മെമ്പർമാർ സഹകരിക്കണം എന്നാണ് അന്നത്തെ അധ്യക്ഷൻ പറയുന്നത്. ഇടതുപക്ഷത്തിന്റെ ജനപ്രതിനിധികൾ പറഞ്ഞു, ഞങ്ങൾ ഒരിക്കലും ഇത് അനുസരിക്കില്ല. ഞങ്ങൾ കൃത്യമായി വിയോജനക്കുറിപ്പ് രേഖപ്പെടുത്തുന്നു. ആ വിയോജനക്കുറിപ്പ് രേഖപ്പെടുത്താതെ ഞങ്ങൾ ഒരു കാരണവശാലും ഈ ബോർഡിൽ നിന്ന് ഇറങ്ങില്ല എന്നുള്ള തീരുമാനമായിരുന്നു ഉണ്ടായിരുന്നത്. അങ്ങനെ ആരൊക്കെ അനുകൂലിക്കുന്നു, ആരൊക്കെ പ്രതികൂലിക്കുന്നു എന്ന് കൈപൊന്തിച്ച് വോട്ടിലിട്ട് തങ്ങളുടെ അധികാരം ഉപയോഗിച്ച്, ഭൂരിപക്ഷം ഉപയോഗിച്ച് ഒരു ജനവിരുദ്ധ തീരുമാനം ഈ പഞ്ചായത്തിനകത്ത് നടപ്പിലാക്കാനാണ് UDFന്റെ ഈ ഭരണസമിതി തീരുമാനിച്ചത്. എന്നിട്ട് എന്താ അവർ പറയുന്നത്? നഷ്ടത്തിലാണത്രേ. അതായത് പഞ്ചായത്തിന് വലിയ നഷ്ടമാണ് ഗ്രാമവണ്ടി പദ്ധതിയുടെ ഭാഗമായിട്ടുണ്ടാകുന്നത് എന്ന
നമ്മളെ പഞ്ചായത്തിന്റെ വരുമാനത്തിന്റെ സ്ഥിതി എങ്ങനെയാ? താരതമ്യേന മലപ്പുറം ജില്ലയിൽ ഏറ്റവും മികച്ച വരുമാനമുള്ള പഞ്ചായത്തുകളിലൊന്നാണ് തുപ്രംകോട് പഞ്ചായത്ത്. ഏകദേശം 3-3.5 കോടി രൂപ ഒരു വർഷത്തിൽ ഈ പഞ്ചായത്തിന് വരുമാനമുണ്ട്. ആ വരുമാനത്തിൽ നിന്ന് ഗ്രാമവണ്ടി സർവീസ് നടത്തിയതിന്റെ പേരിൽ ഒരു നഷ്ടവും ഈ പഞ്ചായത്തിനില്ല. അതുമാത്രമല്ല, ഓരോ ദിവസവും രാവിലെയും വൈകുന്നേരവുമായി 400-ലധികം വരുന്ന വിദ്യാർത്ഥികൾ ഈ ബസ്സിനെ ആശ്രയിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും യാത്ര നടത്തിയിരുന്നു. ആ വിദ്യാർത്ഥികൾ പറയുന്നത്, ആ കുട്ടികൾ പറയുന്നത്, ഞങ്ങൾക്ക് ഒരു ദിവസം 10 രൂപ ഈ ഗ്രാമവണ്ടി സർവീസിന്റെ ഭാഗമായി സമ്പാദിക്കാൻ കഴിഞ്ഞിരുന്നു എന്നുള്ളതാണ് ആ കുട്ടികൾ നമ്മളോട് ഉൾപ്പെടെ, മാധ്യമങ്ങളോട് ഉൾപ്പെടെ പറഞ്ഞത്. എന്നാൽ വെറും കച്ചവട താല്പര്യം മാത്രം മുന്നിൽ കണ്ടുകൊണ്ട് ഒരു ഭരണാധികാരി ഇതിന്റെ നേതൃത്വത്തിലെത്തുമ്പോ തീർച്ചയായും ഇത്തരത്തിലുള്ള ജനകീയ പദ്ധതികൾക്ക് തടസ്സം നിൽക്കുന്നു എന്നുള്ളതാണ് ഞങ്ങൾക്ക് സൂചിപ്പിക്കാനുള്ളത്. മറ്റൊന്ന്, ആലത്തിയൂരിലെ വിശപ്പുരഹിത പദ്ധതി. അത് 3 മാസം ഈ പഞ്ചായത്ത് അധികാരത്തിൽ വന്ന് 3 മാസം വിതരണം ചെയ്തു. പിന്നീട് അതിന്റെ പ്രൊജക്ടും നടപടികളും സ്വീകരിക്കാതെ ആ പദ്ധതിയും അവസാനിപ്പിക്കുന്ന സമീപനമാണ് സ്വീകരിച്ചത്. നോക്ക് നിങ്ങൾ, അത് മാത്രമല്ല, ഇവിടെ നമ്മുടെ ലൈഫ് മിഷൻ പദ്ധതിയിൽ കഴിഞ്ഞ LDF-ന്റെ സർക്കാർ ലൈഫ് മിഷൻ പദ്ധതി നടപ്പിലാക്കി. ഈ LDF-ന്റെ ഭരണസമിതി 700-ലധികം വരുന്ന ആളുകൾക്ക് വീട് കൊടുക്കുന്നതിന് വേണ്ടി അഗ്രിമെന്റ് വെച്ചു. ഇപ്പൊ പണി പൂർത്തിയായ ഒട്ടനവധി ആളുകളുണ്ട്. അവർക്ക് അവരുടെ പണം പൂർത്തീകരിച്ച് നൽകാൻ, ബാക്കി പണം നൽകാൻ ഈ ഭരണസമിതി തയ്യാറാകുന്നില്ല എന്നുള്ളതാണ് ഞങ്ങൾക്ക് സൂചിപ്പിക്കാനുള്ളത്. ഞങ്ങൾക്ക് ഈ ഭരണസമിതിയോട് പറയാനുള്ളത്, ഈ സമരത്തിൽ CPIM-ന്റെ പ്രവർത്തകർ മാത്രമല്ല പങ്കെടുക്കുന്നത്, അല്ലെങ്കിൽ LDF-ന്റെ പ്രവർത്തകർ മാത്രമല്ല പങ്കെടുക്കുന്നത്. ഈ സമരത്തിനകത്ത് ഇവിടുത്തെ ഗുണഭോക്താക്കളായിട്ടുള്ള ലൈഫ് മിഷനിൽ പണി പൂർത്തീകരിച്ച് അതിന്റെ ബാക്കി തുക കിട്ടാൻ വേണ്ടി ആവശ്യക്കാരായിട്ടുള്ള ആളുകൾ ഈ സമരത്തിന്റെ ഭാഗമായിട്ടുണ്ട്. അതുപോലെ തന്നെ ഭിന്നശേഷി കുട്ടികളുടെ സ്കോളർഷിപ്പ് കിട്ടാതെ പ്രയാസപ്പെടുന്ന രക്ഷിതാക്കൾ ഈ സമരത്തിന്റെ ഭാഗമായിട്ടുണ്ട്. അതുപോലെ തന്നെ വീട് വാസയോഗ്യമാക്കുന്നതിന് വേണ്ടി അറ്റകുറ്റപ്പണിയുടെ ഭാഗമായി ഇവിടെ അഗ്രിമെന്റ് വെച്ച് പണം കിട്ടാതെ ആ പണി പൂർത്തീകരിക്കാൻ കഴിയാത്ത സാഹചര്യത്തിലേക്കുള്ള ആളുകൾ ഈ സമരത്തിന്റെ ഭാഗമായിട്ടുണ്ട്. അവരുൾപ്പെടെ ഈ സമരത്തിലേക്ക് വന്നത് ഈ ഭരണസമിതിയുടെ തെറ്റായ നിലപാടിന്റെ സാഹചര്യത്തിലാണ്. എന്താ ഭരണസമിതിയുടെ പരിപാടി? ഭരണസമിതിയുടെ പരിപാടി എന്ന് പറയുന്നത്, കഴിഞ്ഞ LDF-ന്റെ ഭരണസമിതി പദ്ധതി വെച്ച് ഈ ഭരണസമിതി കാലത്ത് നിർവഹിക്കപ്പെടേണ്ട ആ പദ്ധതികൾ ഓരോന്നും തങ്ങളുടെ സ്വന്തം പേരിലാക്കി ഫോട്ടോയും ചിത്രങ്ങളും ഈ പഞ്ചായത്തിലാകെ പതിപ്പിച്ച് ഞങ്ങൾ കൊണ്ടുവന്ന പദ്ധതിയാണ് എന്ന് ഇവിടെയാകെ പ്രചരിപ്പിക്കുന്ന പ്രവർത്തനമല്ലാതെ സ്വന്തമായി ഈ 8 മാസത്തിനകം ഒരു പദ്ധതി പോലും ഈ പഞ്ചായത്തിനകത്ത് നടപ്പിലാക്കാൻ കഴിയാത്ത ഒരു ഭരണസമിതിയായി ഈ തുപ്രംകോട് പഞ്ചായത്തിന്റെ UDF ഭരണസമിതി മാറി. നോക്ക് നിങ്ങൾ, ചമ്മറവട്ടത്ത് പോയാൽ അവിടെ ഒരു സബ് സെന്റർ ഉണ്ട്. അതിമനോഹരമായ ഒരു കെട്ടിടാണ്. അതിന്റെ എല്ലാ പണിയും പൂർത്തീകരിച്ചു. പെയിന്റിംഗ് ഉൾപ്പെടെ എല്ലാ സംവിധാനങ്ങളും പൂർത്തീകരിച്ചു. അവിടെ ഫർണിച്ചർ മാത്രം വാങ്ങിയിടേണ്ടതുള്ളൂ. 8 മാസം കഴിഞ്ഞു. ഇതുവരെ ഈ ഭരണസമിതിക്ക് അവിടെ ഒരു ഫർണിച്ചർ വാങ്ങി അതിന്റെ പ്രവർത്തനം ആരംഭിക്കാൻ കഴിഞ്ഞില്ല എന്നുള്ളതാണ് എന്റെ പ്രിയപ്പെട്ട ജനങ്ങളോട് എനിക്ക് സൂചിപ്പിക്കാനുള്ളത്. 8 മാസം കഴിഞ്ഞു. ഇതുവരെ അവിടെ ഒരു ഫർണിച്ചർ വാങ്ങിയിടാൻ ഇവർക്ക് നേരമില്ല. നിങ്ങൾക്ക് ഇതുവഴി ഇവിടുത്തെ പഞ്ചായത്തിന്റെ ബോഡി പിടിപ്പിക്കുന്നതിൽ ഒരു കുറവില്ല. ആദ്യം വന്നിട്ട് പഞ്ചായത്ത് പ്രസിഡന്റിന് ഇരിക്കാൻ സീറ്റ്, അതൊന്ന് മോടി പിടിപ്പിക്കുന്ന പ്രവർത്തനം. ഇടക്കിടക്ക് ബോർഡിൽ 6,000-7,000 രൂപയുടെ ചെലവ് ബോർഡിനകത്ത് ഇങ്ങനെ കാണും. ഇതെന്താന്ന് വെച്ചാൽ ഇത് കർത്തം വെച്ചതാണ്. അതുപോലെ ഇത് ഞാൻ ഇരിക്കുന്ന സീറ്റിന് ഇവിടെ കർത്തനിട്ടതാണ്. ആ രീതിയിലേക്ക് പഞ്ചായത്ത് പ്രസിഡന്റിന്റെ എല്ലാ സംവിധാനങ്ങളെയും മോടി പിടിപ്പിക്കുന്നതിന് വേണ്ടി 10,000-20,000 രൂപ ചെലവഴിച്ചു. ആ തുക പോരെ അവിടെ ഫർണിച്ചർ ഇടാൻ? എന്തേ നിങ്ങൾക്ക് അവിടെ ഒരു ഫർണിച്ചർ വാങ്ങിടാൻ കഴിയാതെ പോയത്? ഇവിടെ തൊട്ടപ്പുറത്ത് ഒരു ഹെൽപ്പ് ഡെസ്ക് ഉണ്ടായിരുന്നു. കുടുംബശ്രീ സംവിധാനത്തിൽ നിന്ന് ഏതെങ്കിലും രീതിയിൽ സ്ത്രീകൾക്ക് ഒരു വരുമാനം കിട്ടട്ടെ എന്നുള്ള നിലയിൽ കഴിഞ്ഞ ഭരണസമിതി ആരംഭിച്ചതാണ്. ആ ഹെൽപ്പ് ഡെസ്ക് അവസാനിപ്പിച്ചു. അത് പൂട്ടി അവരെ പെരേക്ക് പറഞ്ഞയച്ചു. പിന്നെ ആ പദ്ധതിയുടെ തുടർച്ചയില്ല. അങ്ങനെ ഈ രീതിയിൽ തങ്ങളുടെ താല്പര്യങ്ങൾക്കനുസരിച്ച് സംവിധാനത്തെ കൊണ്ടുപോകുക എന്നതിന്റെ അപ്പുറത്ത് ജനങ്ങൾക്ക് സഹായകരമാകുന്ന രീതിയിലേക്കുള്ള തീരുമാനമെടുക്കുന്നില്ല. നോക്ക് നിങ്ങൾ, നമ്മുടെ ആലിങ്ങൽ ആശുപത്രി, അവിടെ ഞായറാഴ്ച OP എന്ന് പറയുന്ന സംവിധാനം കഴിഞ്ഞ LDF-ന്റെ സർക്കാർ കൊണ്ടുവന്നതാണ്. ആ ഞായറാഴ്ച OP എന്ന് പറയുന്ന സംവിധാനം ഇല്ലാതാക്കി, അത് അവസാനിപ്പിച്ചു. അതുപോലെ തന്നെ ശനിയാഴ്ചകളിൽ വൈകുന്നേരം OP എന്ന് പറയുന്നത് ഇടക്കിടക്കാണ്.
എല്ലാ സമയത്തുമില്ല. എന്നാൽ ഇതെല്ലാം നിയന്ത്രിച്ചു കൊണ്ടുപോകേണ്ട ഒരു ഭരണസമിതി അതിൽ കൃത്യമായ നിലപാടുകൾ സ്വീകരിക്കാതെ, അതിൽ കൃത്യമായ അഭിപ്രായങ്ങൾ പറയാതെ, ഉദ്യോഗസ്ഥരെ കൃത്യമായി നിയന്ത്രിച്ച് ഈ സംവിധാനത്തിന്റെ മുന്നിൽ കൊണ്ടുപോകാതെ ഏതൊക്കെ രീതിയിലാണ് ഈ കാര്യങ്ങൾ പോകുന്നത് അതേ രീതിയിൽ കാര്യങ്ങൾ മുന്നോട്ട് പോകുന്ന ഒരു സാഹചര്യം ഇവിടെ നിൽക്കുന്നു എന്നുള്ളതാണ് ഞങ്ങൾക്ക് സൂചിപ്പിക്കാനുള്ളത്. ഇത്തരത്തിലുള്ള ഒട്ടനവധി പോരായ്മകൾ 8 മാസം കൊണ്ട് ഈ പഞ്ചായത്തിനകത്ത് നടക്കുമ്പോ, കേവലം ഇന്ന് ഇവിടെ ഒരു മാർച്ച് ഇവിടെ പോലീസുകാർ പറയുന്ന സ്ഥലത്ത് ഞങ്ങൾ ഇവിടെ അവസാനിപ്പിച്ച് ഈ ധർണാ സമരം ആരംഭിച്ചെങ്കിൽ എക്കാലത്തും ഇതുപോലെ 2 പോലീസിനെ കൊടുത്ത് നിർത്തി ഇവിടെ ഞങ്ങളുടെ സമരം അവസാനിപ്പിക്കാമെന്ന് UDFന്റെ ഭരണസമിതി കരുതേണ്ടതില്ല എന്നുള്ളതാണ് ഞങ്ങൾക്ക് സൂചിപ്പിക്കാനുള്ളത്. ഇതിനകത്ത് കയറി തീരുമാനങ്ങൾ എടുപ്പിച്ച പാരമ്പര്യമുള്ള സംഘടന തന്നെയാണ് ഈ പാർട്ടി എന്നുള്ളത് നിങ്ങൾക്ക് നന്നായിട്ട് അറിയാം. അതുകൊണ്ട് ജനങ്ങൾക്കെതിരായിട്ടുള്ള ഭരണമല്ല കാഴ്ചവെക്കേണ്ടത്, ജനോപകാരപ്രദമായിട്ടുള്ള കാര്യങ്ങളാണ് നടപ്പിലാക്കപ്പെടേണ്ടത്. ഞങ്ങൾ ഇടതുപക്ഷം ഞങ്ങളുടെ നയം ഇതിന്റെ ആദ്യകാലത്ത് തന്നെ തീരുമാനിച്ചിട്ടുണ്ട്. ജനങ്ങൾക്ക് ആവശ്യമുള്ള ഏത് നയപരിപാടിയുമായി നിങ്ങൾ വന്നാലും നിങ്ങളുടെ കൂടെ സഹകരിക്കാൻ ഞങ്ങൾ ഉണ്ടാകും. കഴിഞ്ഞ പ്രതിപക്ഷത്തെ പോലെയല്ല. നാട്ടിൽ നടന്ന എല്ലാ നല്ല കാര്യങ്ങൾക്കും അവരെതിരായിരുന്നു. ഞങ്ങളോട് ഇപ്പോ പല ആളുകളും ചോദിക്കാറുണ്ട്, നിങ്ങൾ പ്രതിപക്ഷം എല്ലാ പരിപാടിയിലും സജീവമായി കാണുന്നുണ്ടല്ലോ എന്ന്. കഴിഞ്ഞ തവണ അങ്ങനെ കണ്ടിരുന്നില്ലല്ലോ എന്ന് ഞങ്ങൾക്ക് പറയാനുള്ളത്, അന്നത്തെ പ്രതിപക്ഷമല്ല ഇന്നത്തെ പ്രതിപക്ഷം. നാട്ടിൽ ആവശ്യമായ കാര്യങ്ങളിൽ എല്ലാം പ്രതിപക്ഷം ഈ ഭരണസമിതിയുടെ കൂടെ സഹകരിക്കും. എന്നാൽ ജനവിരുദ്ധപരമായ ഏത് തീരുമാനമെടുത്താലും ശക്തിയായി അതിനെ എതിർക്കാനും സമരം ചെയ്ത് ഇത്തരം ജനവിരുദ്ധ നയങ്ങളെ പിൻവലിക്കാനും പ്രതിപക്ഷം എന്നുള്ള രീതിയിൽ ഈ പഞ്ചായത്തിനകത്തുണ്ടാകും എന്ന് മാത്രം സൂചിപ്പിച്ചുകൊണ്ട് ഈ പ്രതികൂല കാലാവസ്ഥയിലും ഈ സമരത്തിൽ പങ്കാളികളായ മുഴുവൻ സഖാക്കളെയും അഭിവാദ്യം ചെയ്തുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു. വിപ്ലവാഭിവാദ്യങ്ങൾ.